അപ്പോഴേ നമ്മളിന്നുള്ളത് നമ്മുടെ പാലക്കാട് പുത്തൂർ ഭാഗത്താണ് കേട്ടോ. ഈ പുത്തൂർ നമ്മുടെ റോയൽ പാർക്ക് അപ്പാർട്ട്മെൻ്റാണ് ഈ കാണുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റിലായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ കാണുന്ന നല്ല റോഡ് ഫേസ് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ പുത്തൂർ അമ്പലത്തിൻ്റെ അടുത്താണ് കേട്ടോ വരുന്നത്. ഇതാണോ ഇത് ഈ കാണുന്ന ഭാഗം മുതൽ എങ്ങനെ ഒരു 10-15 മീറ്റർ ഏകദേശം നമുക്ക് നല്ല റോഡ് ഫ്രണ്ടേജ് ഉണ്ട് കേട്ടോ. ഇതേപോലെ തന്നെ ബാക്കിലുണ്ട്. കറക്റ്റ് ഒരു സ്ക്വയർ ആയിട്ടുള്ളൊരു പ്ലോട്ടാണ്. സൈഡ് ഒരു 10-20 മീറ്റർ സൈഡിലോട്ടും 15 മീറ്ററിനടുത്ത് ഫ്രണ്ടേജുമായിട്ട് ഈ കാണുന്ന ഒരു 10 സെൻറ്റ് സ്ഥലവും അതിനകത്തൊരു ട്രഡീഷണൽ ആയിട്ടൊരു പഴയൊരു വീട് നമുക്ക് കൊടുക്കാനായിട്ട് താമസമുള്ള വീട് തന്നെയാണ് വരുന്നത്. നേരെ ഫ്രണ്ടിൽ കണ്ടില്ലേ നല്ല റോഡ് കേട്ടോ. വലിയ റോഡാണ്, വീതിയുള്ള നല്ല വലിപ്പമുള്ള റോഡ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടും ഒരുപാട് വീടുകളും കാര്യങ്ങളും നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയാണ്. ഒരു ഹൈ ക്ലാസ് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. പിന്നെ ഇതിനകത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട് കണ്ടോ, ഒരു കേരള ട്രഡീഷണലായിട്ട് ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ സംഭവം അടിപൊളിയാണ്. 10 സെൻറ്റ് സ്ഥലം ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. നേരെ ഫ്രണ്ടിൽ നല്ലൊരു ചെടികളും കാര്യങ്ങളും അതുപോലെ തന്നെ ചെറിയൊരു മീൻ വളർത്തുന്ന ഒരു സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലൊക്കെ നല്ല മാങ്ങയൊക്കെ മാങ്ങ വന്നിട്ടുണ്ട് സാധനം, അതെല്ലാം മാങ്ങയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇതിനകത്ത് ഫ്രണ്ടിലേക്ക് ഇൻ്റർലോക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഗേറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു 3 വാഹനങ്ങൾക്ക് സുഖമായിട്ട് നിർത്താനുള്ള ഫ്രണ്ടേജ് സ്പേസ് ഉണ്ട് കേട്ടോ. കാരണം ഓൾറെഡി നമുക്കൊരു കാർ നിർത്തിയിട്ടുണ്ട്. ഈ ഭാഗത്തും ഒരു കാറ് നിർത്താനുള്ള പാർക്കിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഷെഡ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം നമുക്ക് സുഖമായിട്ട് ഒരു വലിയ വാഹനം ഇവിടെ നിർത്താൻ പറ്റും. അപ്പോൾ ഇത് മൊത്തത്തിലൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ ലൊക്കേഷൻ പേര് നമ്മുടെ പാലക്കാട് പുത്തൂരാണ് വരുന്നത്. അമൃതാനന്ദ മഠത്തിലേക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്ന പുത്തൂർ അമ്പലം, പിന്നെ LP സ്കൂൾ, UP സ്കൂൾ, പാലക്കാട് മുനിസിപ്പാലിറ്റിയിലാണ് ഈ ലാൻഡ് വരുന്നത്. മൊത്തത്തിൽ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതാണ്. ഇതിന് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ വെറും ലാൻഡിൻ്റെ റേറ്റ് മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ. അതായത് ഏകദേശം ഒരു 12,000 സ്ക്വയർ ഫീറ്റിന് അടുത്തൊരു വീട് വരും. പഴയ വീടാണ്, പക്ഷേ നല്ല വെൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു പ്രോപ്പർട്ടിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇത് മൊത്തത്തിൽ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് സെൻറ്റിന് 12 ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്നത്. നല്ല പ്രൈം ലൊക്കേഷനാണ്, ടോപ്പ് റേറ്റുള്ള നല്ലൊരു ഏരിയയാണ്. അപ്പോൾ 12 ലക്ഷം രൂപ ഓണർ ചോദിക്കുന്നുണ്ട്. വില നെഗോഷ്യബിൾ പ്രൈസാണ്. നിങ്ങൾ നേരിട്ട് ഓണറെ തന്നെ വിളിക്കാം കേട്ടോ. കാരണം നമ്മൾ ഓണറുടെ കോൺടാക്ട് നമ്പർ തന്നെയാണ് നേരിട്ട് കൊടുക്കുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ വിളിക്കാൻ, സംസാരിക്കാൻ നല്ലൊരു പ്രൈസിന് ഈ ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ വേണ്ടി പറ്റും. ഞാൻ എന്തായാലും മൊത്തത്തിൽ ഒരു റൗണ്ട് ചെയ്ത് ഫുള്ളായിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ മൊത്തം കണ്ടു കഴിഞ്ഞതിന് ശേഷം മാത്രം ഒന്ന് കോൺടാക്ട് ചെയ്യാം. നമ്മൾ ഫ്രണ്ടേജ് സിറ്റ് ഔട്ടിൽ നിന്ന് കയറി കഴിഞ്ഞാൽ ഉണ്ടോ, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് ഒരു ലിവിങ് ഉണ്ട്. ഇത് ലിവിങ്ങിനോട് ചേർന്നിട്ട് ഇത് പണ്ട് ഇടവഴി എന്നൊക്കെ പറയില്ലേ, ആ ഒരു സ്പേസാണ്. പക്ഷേ ഇവിടെ നമുക്കിപ്പോൾ ഓൾറെഡി ഡൈനിങ് സ്പേസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ നേരെ ഒരു ഹോളുണ്ട്. TV യൂണിറ്റ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. അത് പുറകോട്ടുള്ളൊരു എൻട്രൻസ് ആണ്. ഇതിനകത്ത് ഇതാണ് പൂജാ റൂം വരുന്നത് കേട്ടോ. പൂജാ റൂം കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് മേലെയായിട്ടുള്ളൊരു അപ്സ്റ്റെയർ ആണ്. ഓക്കെ, ഞാനത് കാണിച്ചു തരാം. ഇത് താഴെ നമുക്ക് കിച്ചൺ ഭാഗം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതൊരു ബെഡ്റൂം സ്പേസ് ആണ് കേട്ടോ. ഒരു ബെഡ്റൂം സ്പേസ് ആണ്. പിന്നെ ഇത് കഴിഞ്ഞാൽ നേരെ ഇതാണ് നമ്മുടെ ഒരു കിച്ചൺ സ്പേസ് വരുന്നത്. വിറക് അടുപ്പ് യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ അത് യൂസ് ചെയ്യാം. ഒരു ഓപ്പൺ കിച്ചൺ ടൈപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. റിനോവേറ്റ് ചെയ്താണ്. ഇതാണ് നമ്മുടെ കിച്ചൺ സ്പേസ് വരുന്നത്. ഇത് പുറത്തോട്ടുള്ളൊരു എൻട്രൻസും. ഓക്കെ, ഞാൻ മുകളിലോട്ടൊന്ന് കയറി കാണിച്ചു തരാം കേട്ടോ. മുകളിലോട്ട് കയറുകയാണെങ്കിൽ ഹാൻഡ് റെയിലൊക്കെ നല്ല സ്റ്റീലിൻ്റെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് ഒരു സ്പേസ് ഇവിടെ ഉണ്ട് കേട്ടോ, ലാൻഡിങ് സ്പേസ്. ഇത് കഴിഞ്ഞാൽ ഇതൊരു ബെഡ്റൂമിലാട്ടാണ് കണ്ടോ, ഒരു ബെഡ്റൂം സ്പേസ് ആണ്. ഇത് കഴിഞ്ഞാൽ ഒരു റൂമാക്കി യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ഏരിയ ആണ്. ഇത് നമുക്ക് അങ്ങോട്ട് കയറി വരാം കേട്ടോ. പുറത്തുനിന്ന് കയറി വരാനുള്ളൊരു ഭാഗമാണ്. ഒരു അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മുകളിൽ കണ്ടോ, ഇവിടെയൊക്കെ നമുക്ക് പിന്നെ ആംഗിൾ വെച്ചിട്ട് ഇരുമ്പിൻ്റെ ആംഗിൾ വെച്ച് മേലെ ഇതിട്ടിരിക്കുന്ന കേട്ടോ, ഷീറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്നതാണ്. സീലിംഗ് വർക്ക് ചെയ്തതാണ്, മനസ്സിലായോ. താഴെ മൊത്തം നമുക്ക് ഈ പറഞ്ഞ പോലെ പഴയ ഒരു ട്രഡീഷണൽ ടൈപ്പ് തന്നെയാണ് കേട്ടോ. അതായത് പുത്തൂർ അമ്പലം കഴിഞ്ഞിട്ട് നേരെ വന്നു കഴിഞ്ഞാൽ അതായി കാണുന്ന റോയൽ പാർക്ക് കേട്ടോ. ഈ റോയൽ പാർക്കിൻ്റെ അവിടെ എത്തിയിട്ട് നേരെ തിരിഞ്ഞ് നോക്കി കഴിഞ്ഞാൽ ഈ കാണുന്ന സാധനം കാണാൻ പറ്റും കേട്ടോ. കണ്ടോ, ഈ ഭാഗം മുതൽ തന്നെ ഈ എൻ്റെ വരെ നല്ല റോഡ് ഫ്രണ്ടേജ്, നല്ല റോഡ് ഫ്രണ്ടേജ് ആണ്. മുനിസിപ്പാലിറ്റി റോഡാണ് കേട്ടോ. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ കണ്ടോ, ഒരു കാർ സുഖമായിട്ട് ഇവിടെ നിർത്താൻ പറ്റും, 2 കാർ സുഖമായിട്ട് ഇവിടെ നിർത്താൻ പറ്റും. കാർ പോർഷൻ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ട്രഡീഷണൽ ആയിട്ടൊരു വീടാണ് കേട്ടോ. നേരെ വന്നു കഴിഞ്ഞാൽ അവിടെ ചെറിയൊരു തുളസിത്തറയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നേരെ ഒരു ഫിഷ് ടാങ്ക് ആണ് കേട്ടത് വരുന്നത്, ഒരു അക്വേറിയം ഫിഷ് ടാങ്കാണ്. പിന്നെ അത് കഴിഞ്ഞാൽ ഇതാണ് സിറ്റ് ഔട്ട് വരുന്നത് കേട്ടോ. അടിപൊളിയായിട്ടില്ലേ, കുറേ ആൾക്കാർക്ക് ഇരുന്ന് സംസാരിക്കാനും ഒക്കെ പറ്റും കേട്ടോ. അതാണോ ഫ്രണ്ടേജ് വ്യൂ, നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ചുറ്റും ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ആദ്യം ഇങ്ങനെ വരുമോ ലാൻഡ്. ഇതിനകത്ത്
അവിടെ കോവയ്ക്കയും കാര്യങ്ങളും കൃഷിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മലമ്പുഴ കണക്ഷനാണ് കേട്ടോ. ഇത് 2000 ലിറ്ററിൻ്റെ ടാങ്കാണ്. ഇതിനകത്തേക്ക് വെള്ളം ഓൾറെഡി വരും. അവിടെ നിന്ന് ഫിൽട്ടർ ചെയ്തിട്ട് ഇതാ ഇതിനകത്തേക്ക് വരും. ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒരു 14,000 സ്ക്വയർ ഫീറ്റ് ഉണ്ടോ, നല്ല ഫിൽട്ടർ വാട്ടർ വരും. അതൊന്ന് നേരെ നേരെ നമുക്ക് ടാങ്കിലേക്ക് അടിച്ച് തരും. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല സ്പേസ്, നല്ലൊരു ഗാർഡനും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വഴിക്ക് പോവുകയാണെങ്കിൽ ഇതാണ് സൈഡ് വരുന്നത് ഉണ്ടോ. ഒക്കെ നല്ല ഷീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് വന്ന് താമസിക്കാൻ പറ്റും. മേലെ ഓപ്പൺ ടെറസിലോട്ടുള്ളൊരു എൻട്രൻസ് ആണ് കേട്ടോ. അപ്പോൾ വീടിന് വലിയ കാര്യങ്ങളൊന്നും കണക്കാക്കുന്നില്ല. ഇവിടെ അത്യാവശ്യം നല്ലൊരു മരം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉങ്ങാണ് ഇത്. നമ്മുടെ പ്ലാവാണ് കേട്ടോ. പ്ലാവ് മരമാണ്. അത്യാവശ്യം വലിപ്പമുള്ള പ്ലാവ് മരമാണ്. നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് കിട്ടുന്നുണ്ട്. അങ്ങനെ വന്നാൽ ഇതാണ്ടോ കുരുമുളക്, അതുപോലെ തന്നെ നമ്മുടെ മാവ്, വാഴ, കോവയ്ക്ക, പയർ തുടങ്ങിയിട്ടുള്ള അത്യാവശ്യം വേണ്ട കൃഷികളൊക്കെ ഈ ഭാഗത്ത് തന്നെ. ഇത്രയും നല്ല സ്പേസ് ഒരു കൃഷിക്ക് വേണ്ടി നിങ്ങൾക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. നല്ല മാവ്, അത് പുളിയാണേ. പുളിമരം, മാവ് മരം, അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. പുറയിലോട്ടാണെങ്കിൽ നല്ല റൂഫ് കാര്യങ്ങളൊക്കെ കണ്ടോ ഈ ഭാഗത്തൊക്കെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു ബാക്ക് സ്പേസ്, അലക്കല്ലും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഒന്ന് ഡയറക്റ്റ് നിങ്ങൾ അവളെ തന്നെ ഓണറെ തന്നെ വിളിക്കുക കേട്ടോ.